ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദ ബോ വേൾഡ് എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോവാം. നമ്മുടേത് രണ്ടാമത്തെ ക്ലാസ്സാണ് കേട്ടോ. ഞാൻ ഡെയിലി വീഡിയോ ഇടണമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷേ നടക്കുന്നില്ല. ഞങ്ങളുടെ അമ്പലത്തിലൊരു പരിപാടി ഉണ്ടായിരുന്നു, അപ്പോൾ അത് കാരണം കാരണം 1-2 ദിവസം അങ്ങനെ പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഇടാൻ പറ്റാതിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഫ്ലവറാണ് മേക്ക് ചെയ്യണത്. എൻ്റെ കയ്യിൽ ഓൾറെഡി മുമ്പുണ്ടായിരുന്ന ഡ്രസ്സിൻ്റെ ബാക്ക് പീസായിരുന്നു അത് യൂസ് ചെയ്തിട്ട് ഞാൻ റൗണ്ട് കട്ട് ചെയ്തിട്ടുണ്ട്. 5 റൗണ്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഫ്ലവർ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഈ ഫ്ലവർ മേക്കിംഗ് എല്ലാവരും ചെയ്ത് നോക്കണം, നല്ലതാട്ടോ. നമുക്ക് ഇതിലേക്കും അലിഗേറ്റർ ക്ലിപ്പാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. ഇത് മാത്രമല്ല, നമ്മൾ ഒരുപാട് സംഭവങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്ലവറാണ് കേട്ടോ ഇത്. നമുക്ക് സെൻട്രൽ ക്ലിപ്പിൽ യൂസ് ചെയ്യാം, അതുപോലെ ഹെയർ ബോസിൽ യൂസ് ചെയ്യാം, ഹെയർ ബ്രൂച്ചസിൽ യൂസ് ചെയ്യാം, എല്ലാറ്റിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ സിമ്പിളാണ്. പിന്നെ നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിലൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ ഈ 2 അറ്റവും റൗണ്ട് ഉള്ള പീസ് നമ്മൾ നടുമടക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 2 അറ്റവും ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ നല്ല ശ്രദ്ധിക്കണം. എന്നിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഓരോ പെറ്റൽസ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അങ്ങനെ 5 ഒരുമിച്ചാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ സൗകര്യം പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സെപ്പറേറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഒരുമിച്ച് ലാസ്റ്റ് ജോയിൻ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഇതിൽ തന്നെ ഒരുമിച്ച് കോർത്തെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ അതുപോലെ നിങ്ങൾ മേക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഒരു കാണിച്ചതേ ഉള്ളൂ. നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിളായെന്ന് തോന്നുന്ന രീതിയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. 5 എണ്ണം ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗീവ് അവയുടെ കാര്യം മറക്കണ്ട. ഇത് രണ്ടാമത്തെ ഇതാണ്. ഇതൊന്നും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ ഫണ്ണി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആവാൻ ചാൻസ് ഉണ്ട്. അതൊന്നും പറയാൻ പറ്റില്ല. 10 ക്വസ്റ്റ്യനാണ് ചോദിക്കുക. അത് 10 വീഡിയോസൊന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓരോന്ന് വെച്ചിട്ടായിരിക്കും ചോദിക്കുക. ഓരോ വീഡിയോസിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ വീഡിയോ നല്ല ക്ലിയറായിട്ട് കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് അതിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ആൻസർ ചെയ്യുന്ന 10 പേർക്ക് 10 ക്വസ്റ്റ്യന് കറക്റ്റായിട്ട് ആൻസർ ചെയ്യുന്ന 5 പേർക്കാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് നിങ്ങൾക്ക് ഇതിന് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഫ്ലവർ മേക്ക് ചെയ്യുക. ഫ്ലവർ മേക്ക് ചെയ്തതിന് ശേഷം അലിഗേറ്ററിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോസ് നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് വാച്ച് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെ കോർത്തെടുക്കുന്നുണ്ട് കേട്ടോ. വളരെ സിമ്പിളാണ്. ഇങ്ങനെ ഇതുപോലെ ഞാൻ കുറച്ച് കൂടുതൽ ഫ്ലവേഴ്സ് ഓൾറെഡി മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വീഡിയോസിലൊക്കെ ഈ ഫ്ലവർ മേക്ക് ചെയ്ത് കാണിക്കില്ല. ഞാൻ ഈ ഫ്ലവർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ കേട്ടോ. ലാസ്റ്റ് ഇത് രണ്ടും തമ്മിൽ ലാസ്റ്റ് കോർത്തതും ഫസ്റ്റ് ചെയ്തതും തമ്മിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. ഇനി അതിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു സ്റ്റോണും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കിൽ ഒരു കെട്ട് ഇട്ട് കൊടുക്കണേ. ബാക്കിൽ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. വീഡിയോ നന്നായിട്ട് വാച്ച് ചെയ്തോളൂ. ഇങ്ങനെ കിട്ടിട്ടതിന് ശേഷം അത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റോൺ ഒട്ടിച്ചെടുക്കുക. സ്റ്റോണിന് പകരം നിങ്ങളുടെ കയ്യിൽ നമ്മൾ ഈ ഫ്ലവർ മേക്ക് ചെയ്യില്ലേ, എന്താ പറയുക, ഈ ചിപ്സം അങ്ങനെ എന്തോ ഒരു ഫ്ലവർ ഉണ്ട്, എനിക്കതിൻ്റെ പേര് കിട്ടുന്നില്ല. അപ്പോൾ ആ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ വെക്കുന്ന നമ്മുടെ ഏകദേശം ഒരു പോണൻ പോലത്തെ, പോണനല്ല, ചെറുത് ഈ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ വെക്കുന്ന ഒരു സംഭവമുണ്ട്. അത് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ഭംഗിയായിരിക്കും. പക്ഷെ അതിൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ സ്റ്റോണാണ് വെക്കുന്നത്. ഇതുപോലത്തെ ഒരു സെൻട്രൽ സ്റ്റോണാണ് വെക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ അങ്ങനത്തെ ഫ്ലവർ മേക്ക് ചെയ്താൽ. അപ്പോൾ പിന്നെ ഇത് ഞാൻ എടുക്കുന്നത് ഗിയർ വയറാണ്. ഇതെൻ്റെ കയ്യിൽ 5mm ഉള്ളത്, 0.5mm ഉള്ളത്. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയത് എടുക്കുക കേട്ടോ. 3mm ആയാലും കുഴപ്പമില്ല, 4mm ആയാലും കുഴപ്പമില്ല. ഞാനൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സ്റ്റോൺസും ഇതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിരിച്ച് റെഡിയാക്കുക കേട്ടോ. ഓരോരോ സ്റ്റെമ്പ് പോലെ ഇങ്ങനെ ശരിയായി ചെയ്തെടുക്കുന്നുണ്ട്. വീഡിയോയിൽ കാണുന്നത് ശ്രദ്ധിച്ച് നോക്കിയാൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയാണ്. കുറച്ചും കൂടി ഞാൻ ചെയ്തത് ഒന്നും കൂടി അടുപ്പിച്ച് പോയി. ഒന്നും കൂടി ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്ലവേഴ്സ് തന്നെ അറേഞ്ച് ചെയ്യാം. ഞാൻ എനിക്ക് അടുപ്പിച്ചായതുകൊണ്ട് എനിക്ക് അധികം ഫ്ലവേഴ്സ് വെക്കാൻ പറ്റിയില്ല. ഒരു ഫ്ലവർ മാത്രമേ അതിൽ വെക്കാൻ പറ്റിയുള്ളൂ.
അടുപ്പിച്ചായതുകൊണ്ട് ഫ്ലവേഴ്സ് ഇങ്ങനെ വെക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ സ്റ്റോൺസ് തന്നെയാണ് കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ ഐഡിയ പോലെ ചെയ്യാം കേട്ടോ. ഫുൾ സ്റ്റോൺസ് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ ബീഡ്സ് വെച്ചിട്ട് ചെയ്യാം. ബീഡ്സ് ആകുമ്പോൾ ഈ ഹോളോണ്ടതിന് പകരം ബീഡ്സ് ഇട്ടിട്ട് നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പാറ്റേണിൽ ചെയ്തെടുക്കാം കേട്ടോ. സിമ്പിളാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബ്രൂച്ചസ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഹെയർ വൈനും ഹെയർ ബ്രൂച്ചസും ഒക്കെ ചെയ്യാൻ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ നമ്മളിതുപോലെ ചെയ്തിട്ട് ഇഷ്ടമുള്ള പാറ്റേണിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഈ ബാലൻസ് വരുന്ന ഗിയർ വയറിൻ്റെ പീസ് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. അത് കട്ട് ചെയ്തതിന് ശേഷം നമ്മളിതിൽ സ്റ്റോൺസൊക്കെ ഒട്ടിക്കണം. അപ്പോൾ ഞാനിതുപോലത്തെ ബട്ടർഫ്ലൈ എടുത്തിട്ടുണ്ട്, മെറ്റലിൻ്റെ ബട്ടർഫ്ലൈ, അതുപോലെ ഫ്ലവർ, പിന്നെ ഇതുപോലെ ബീഡ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒട്ടിച്ച് പോയി, വീഡിയോ മിസ്സായി പോയതാണ് കേട്ടോ. ജസ്റ്റ് ഒന്നുമില്ല, ഗം അപ്ലൈ ചെയ്യുക, അവിടെ നമുക്ക് ഇഷ്ടമുള്ള പാറ്റേണിൽ ഒട്ടിച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഞാൻ ഈ എടുത്തിരിക്കുന്ന പേളെന്ന് പറഞ്ഞാൽ ഒരു സൈഡ് മാത്രം ഹോളുള്ളതാണ്. അതുകൊണ്ടാണ് ഞാനത് പിരിക്കുമ്പോൾ ഇട്ട് കൊടുക്കാനിത് കേട്ടോ. ഒരു സൈഡ് ഹോളില്ല, അപ്പോൾ അതിങ്ങനെ പുറത്തേക്ക് ഹോളില്ലാത്ത ഭാഗം വരുമ്പോൾ ഭംഗിയാണ്, ഒരു മുട്ട് പോലെ ഉണ്ടാവും. പിന്നെ ഞാനിതുപോലെ നമ്മുടെ ഫ്ലവർ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാതും കഴിഞ്ഞു. പിന്നെ നമ്മളിതിൽ ചെയ്യേണ്ടത് ഇനി അലിഗേറ്റർ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ അലിഗേറ്ററിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അലിഗേറ്ററിൽ ആദ്യം ഒരു റിബൺ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് റിബൺ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഫോം ഷീറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ഞാനിപ്പോൾ റിബണിൻ്റെ കഷ്ണം ഉണ്ടായിരുന്നതുകൊണ്ട് അപ്പോൾ അത് വെച്ചെന്നുള്ളൂ. ഫോം ഷീറ്റ് ഉണ്ടെങ്കിൽ അത് വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മളാദ്യം റിബൺ അലിഗേറ്റർമ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മീതെ ഗമ്മാക്കിയിട്ടാണ് ഇത് ഒട്ടിച്ചു കൊടുക്കുന്നത്, എന്നാലേ നിൽക്കുകയുള്ളൂ കേട്ടോ. അല്ലാതെ ജസ്റ്റ് നേരിട്ട് അത് അലിഗേറ്ററിൽ ഒട്ടിച്ചു കൊടുത്താൽ നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത്. പിന്നെ കണ്ട നല്ല ഭംഗിയില്ലേ കാണാൻ, നല്ല രസമാണ്. ഇത് ഫോട്ടോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയുണ്ട് നേരിൽ കാണാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും മേക്ക് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഇതിൻ്റെ മുമ്പിട്ടുള്ള വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതായത് ഗിവ് അവേയുടെ നമുക്ക് കിട്ടുന്ന മെറ്റീരിയൽസിൻ്റെയും ഫസ്റ്റ് ക്ലാസ്സിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ.